ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. 1948 മെയ് മാസം 14 തീയതിയാണ് ഇസ്രായേലിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഇന്ന് അവർ 76ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ 1948 തുടങ്ങി ഈ 76 വർഷത്തിനുള്ളിൽ ഏറ്റവും ടഫായിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ അവിടെ സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിക്കുന്നത്. 1948 അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടനെ തന്നെ 5 അറബ് രാഷ്ട്രങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയുണ്ടായി. എന്നാൽ വളരെ തീരെ ആയുധങ്ങളില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം അവരെ ആ യുദ്ധത്തിൽ ജയിപ്പിച്ചു. 1967 1972 ഒക്കെ ഈ യുദ്ധമുണ്ടായിരുന്ന സമയത്തും വീണ്ടും ദൈവം അവർക്ക് ജയം കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യം, അതായത് ഒക്ടോബർ 7 2023 അവർക്കെതിരായ ആക്രമണത്തിൽ അവർ യുദ്ധപോലം ചെയ്യുകയായിരുന്നെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്നൊരു വിഷയമായിരുന്നു. എന്നാൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ തന്ത്രപൂർവമുള്ള ഇടപെടൽ ഞാൻ ഒക്ടോബർ 7 ഇസ്രായേലിൽ ജനോസൈഡ് നടത്തി ഏകദേശം 1250ഓളം സിവിലിയൻസിനെ കൊല്ലുകയും 250 കൂടുതലോളം അബ്ഡക്റ്റീസിനെ ഹമാസ് ഗാസയിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഉടനെ 1-2 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോയ് ബൈഡൻ ഇസ്രായേലിൽ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ജോ ബൈഡൻ്റെ വരവ് ശരിയായ രീതിയിലല്ല, ഡബിൾ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് പറഞ്ഞിരുന്നു. ഇപ്പോൾ 6 മാസം 220 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോ ബൈഡൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ തന്ത്രം. ഇത് വളരെ വ്യക്തമായിട്ട് പരസ്യമായിരിക്കുന്ന കാര്യമാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത്, അതായത് ഇറാനെതിരായിട്ട് ഓയിൽ എംബാർഗോ, അവർക്കകത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് 300 ബാരൽസ് പെർ ഡേ ഓയിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത്, ഡെമോക്രാറ്റ്സിൻ്റെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ അത് 1 മില്യണിലേക്ക് മാറ്റി. അതിൻ്റെ വരുമാനം, ആ ഓയിൽ എക്സ്പോർട്ടേഷനിൽ ഏറ്റവും കൂടുതൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയ്ക്കാണ്. ആ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കാണ് ഈ ഹമാസിന്, ഹസബുള്ളയ്ക്ക്, അതുപോലെ തന്നെ ഇറാഖിൽ ഇവിടെ ഹുത്തീസിനൊക്കെയും കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് ഇത്രമാത്രം ഉപദ്രവങ്ങൾ അവർ ഈ ചെറിയ ഏകദേശം 4-5 വർഷങ്ങൾക്കുള്ളിൽ കരുതി കൂട്ടിയത്. മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കുകളാണ് ഗാസയിലും അതുപോലെ തന്നെ ലെബനോണിൽ ഹസ്ബുള്ളയുടെ നേതൃത്വത്തിലായിരിക്കുന്ന സ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ വളരെ തന്ത്രപൂർവമായിട്ടാണ് ഇസ്രായേലിനെ ലോക്ക് ചെയ്യുകയായിരുന്നു. ഡോണ്ട് ഗാസയിലേക്ക് ഉടനെ അറ്റാക്ക് ചെയ്യരുത്, സിവിലിയൻസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്ക വാസ്തവത്തിൽ ഇസ്രായേലിനെ ചെയിനിടുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആയുധശേഖരം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഗാസയെ അവർക്ക് ഇൻവേഡ് ചെയ്യാമായിരുന്നു. ഗാസ 7 ഏപ്രിൽ പറയുന്ന പോലെ നിർജ്ജന പ്രദേശമാക്കി എടുക്കുമായിരുന്നു. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയാറുണ്ട്, ഒരു യുദ്ധത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ചാനലല്ല ഇത്. എന്നാൽ ഈ യുദ്ധം എപ്രകാരമാണ് നാം കാണുന്നതായിട്ടുള്ള എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് വിവരിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ദൈവജനത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ യുദ്ധത്തിൽ അത് വലിയൊരു ഭൂകമ്പമായിരിക്കും. അതായത് ഇസ്രായേൽ ഒറ്റപ്പെടും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഈ സ്റ്റാറ്റസിൽ കൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. തള്ളിക്കളയുക മാത്രമല്ല, ഇസ്രായേലിനെ സ്ലോവിലി അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ
ഇസ്രായേൽ ഗാസയിലെ റാഫ എന്ന സ്ഥലത്ത് മാനോവറിങ് നടത്തുമ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അവർക്ക് കൊടുക്കുന്ന മിനീഷ്യൻ, അതായത് ആയുധങ്ങളുടെ ഷിപ്മെൻറ്റിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അത് ബ്ലോക്ക് ചെയ്തുവെന്ന് ജോ ബൈഡൻ അനൗൺസ് ചെയ്ത ഉടനെ തന്നെ ഹമാസ് അവരുടെ ഇസ്രായേലിൻ്റെ ബന്ദികളെ, അബ്ഡറ്റീസിനെ റിലീസ് ചെയ്തതിനെക്കുറിച്ചുള്ള നെഗോഷിയേഷന് പിന്മാറി. അതിനെല്ലാം ഇറാന് ഹസബുള്ളയ്ക്ക് കൂടുതൽ ഓർഡർ കൊടുത്തു, അതായത് ഇസ്രായേലിന് കൂടുതൽ മിസൈൽ വെച്ച് ആക്രമിക്കാനായിട്ട്. കാരണം ഇസ്രായേൽ ഹസബുള്ളയെ ആക്രമിക്കുകയാണെങ്കിൽ വളരെ ആയുധങ്ങൾ ഉള്ളവരാണ് ഹസബുള്ള, പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസത്തെ കാര്യമേ ഉള്ളതൊക്കെ. ഇതെല്ലാം നേരത്തെ അമേരിക്ക അറിയാം. അതുകൊണ്ട് തന്നെ ബൈഡൻ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇത്രയും വീക്കും ഇത്രയും മോശമായ രീതിയിൽ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളെ ഈ ഒരു വാറിൻ്റെ ദിവസത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇസ്രായേലിനോട് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിപ്പാൻ ആരും തന്നെ ഉണ്ടാകുകയില്ല. ദൈവം മാത്രം ഉണ്ടാകണം. എന്നാൽ മാത്രമേ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അബദ്ധം മാറ്റും. അതായത് ഇസ്രായേൽ എന്ന് മാത്രമല്ല സകല ഭൂരാജാക്കന്മാരും ലോകത്തിലെ സകല രാജ്യങ്ങളും ദൈവം വാഴുന്നു, യഹോവ വാഴുന്നു എന്ന് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ദൈവസഭ, ക്രിസ്തുവിന് ശരീരം വന്ന സഭയെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുകയാണെങ്കിൽ ആ ഭൂകമ്പത്തിൻ്റെ സമയത്തായിരിക്കണം ചർച്ച എടുക്കപ്പെടുന്നത്. എവിടെയും അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ആ മേജർ ഡിസ്ട്രക്ഷനിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ഭൂചര ജന്തുക്കളിന്മേലും. അതായത് ആകാശത്തിലെ പറവജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർഫോഴ്സ്, സമുദ്രത്തിലെ മത്സ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവൽ ഫോഴ്സ്, ഗ്രൗണ്ട് ഫോഴ്സിനെ പറയുന്നതാണ് നിലത്തെഴിയുന്ന ഇഴജാതികളൊക്കെയും എന്ന് പറയുന്നത്. ഇതിന്മേലൊക്കെ തന്നെ അനർത്ഥങ്ങൾ വരത്തക്കവണ്ണം ഒരു മേജർ ഡിസ്ട്രക്ഷൻ ആയിരിക്കും ആ വലിയ ഭൂകമ്പത്തിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു റീകൺസ്ട്രക്ഷൻ നടക്കാൻ പറ്റാതെ വണ്ണം എല്ലാ രാജ്യങ്ങളും അത് എഫക്റ്റ് ചെയ്യുമ്പോൾ UN നിന്നും അടുത്ത റീകൺസ്ട്രക്ഷൻ്റെ പ്ലാൻ വരും. ഇപ്പോൾ UN അനേകമായ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നുണ്ട്. ഹസബുള്ളയോട് ഇസ്രായേലിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരെ നിൽക്കുമ്പോഴുള്ള റെസൊല്യൂഷനുണ്ട് 1701. എന്നാൽ ഇതൊന്നും തന്നെ നടപ്പിലാകുന്നില്ല. ഇപ്പോൾ തന്നെ 132 രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കണമെന്നുള്ള ഒരു അടുത്ത ഒരാഴ്ചക്കുള്ളിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അതായത് UN ഒരു പവറില്ലാത്ത ഒരവസ്ഥയാണ്. എന്ന് മാത്രമല്ല ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം വ്യാജ വർത്തമാനം, വ്യാജ റെക്കോർഡ്സ് കൊടുത്തുകൊണ്ട് UN വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ആക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഒരു വൺ വേൾഡ് റൂളറെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. ഞാൻ ചർച്ച എടുക്കപ്പെടുന്നതിന് പറയുന്ന കാരണം ഈ സംഭവങ്ങൾ, വേൾഡ് എക്കണോമി, വേൾഡ് പൊളിറ്റിക്സ്, നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം തന്നെ ഒരു വൺ വേൾഡ് റൂളറെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വൺ വേൾഡ് റൂളറാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റിന് മുമ്പായിട്ട് സഭ എടുക്കപ്പെടണം. അതിൻ്റെ ഒരു സാഹചര്യമാണ് ഈ വാറിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടലിൽ ഇസ്രായേലും സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു നോർമലൈസേഷൻ എഗ്രിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ റാഫയെ ആക്രമിക്കുന്നത് കൊണ്ട് സൗദി അതിൽ നിന്നും പിന്മാറുന്നതല്ല, ഒരു വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം അമേരിക്ക എവിടെയെല്ലാം സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ അവിടെയെല്ലാം സമ്മർദ്ദം ചെലുത്തി, എന്നാൽ ഡബിൾ സ്റ്റാൻഡ് പറയുകയും ചെയ്യുകയാണ്. ഇസ്രായേലിനോട് ഞങ്ങളുടെ ബന്ധം അയൺ ക്ലാഡ് പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയും കൂടെ ചെയ്യുകയാണ്. വിഷയം നടക്കാൻ പോകുന്നത് ഈ വരുന്ന 2024 നവംബർ മാസത്തിലാണ് അമേരിക്കയുടെ അടുത്ത ഇലക്ഷൻ നടക്കേണ്ടത്. അതിനോട് തന്നെ ഇപ്പോഴത്തെ കേസിൽ ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് മേജറായിരിക്കുന്ന 5 സ്റ്റേറ്റുകളിലും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ജോ ബൈഡൻ്റെ ഇമേജ് അമേരിക്കയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ വല്ല വിധത്തിലും ഈ ഒരു സ്റ്റാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തന്നെയല്ല, ഇനി ട്രംപ് വന്നാൽ ഈ ഇറാനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ മുസ്ലിം കൺട്രികൾക്കും നല്ലവണ്ണം അറിയാം, ട്രംപ് വന്നാൽ ഇറാൻ്റെ മേൽ വീണ്ടും ലോക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ
നവംബർ മാസത്തിനുള്ളിൽ, അതായത് ഇനി 6 മാസമുണ്ട്. 6 മാസത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റിൽ മേജറായിരിക്കുന്ന സംഭവങ്ങൾ സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ നവംബറിനുള്ളിൽ കർത്താവ് വരുമെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക. പക്ഷേ ദൈവമക്കൾ ഒരുക്കമുള്ളവരായിരിക്കുക. ഇനി ട്രംപ് ഈ ഇലക്ഷനിൽ ജയിച്ചു പോന്നാൽ തീർച്ചയായിട്ടും ഇതിന് നേരെ റിവേഴ്സായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും വരുന്നത്. ഇസ്രായേലിൻ്റെ ബാക്കപ്പിൽ നടക്കുന്ന എല്ലാ ടെററിസ്റ്റ് ഗാംഗുകളെ ഒതുക്കാനുള്ള കഴിവ് നേരത്തെ ട്രംപ് നോക്കിയിരുന്നതാണ്. പക്ഷേ അതിനിടയ്ക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിൻ്റെ സ്ഥാനം ഒരു തരികടകൾ കൂടെ പോകാനിടയായി തീർന്നു. അതല്ല നമ്മുടെ വിഷയം ചർച്ചിനെ ഒരുക്കുക എന്നുള്ളതാണ്. പല ആത്മീയ വീഡിയോകളും ഞാൻ ദിവസം പ്രതി അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിക്കവരും പേരും വളരെ കാണുന്നുണ്ട്. ഞാൻ കാണുന്നവരോട് പറയുകയാണ്, നിസ്സാര സംഭവങ്ങളല്ല ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നടക്കുന്നത്. കഴിഞ്ഞ 76 വർഷങ്ങളിൽ, അതായത് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 76 വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിന് ഭൂപണ്ഡത്തിൽ നിന്ന് മാറ്റിക്കളയാൻ 1948 തന്നെ അവർ ആരംഭിച്ചു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ അമേരിക്കനെ ഒതുക്കത്തക്കവണ്ണം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ലണ്ടനിലൊക്കെയും തന്നെ വളരെ ശക്തമായിട്ട് മുസ്ലിം സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ പ്രോ ഹമാസ്, പ്രോ പലസ്തീൻ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ തന്നെ വലിയ സമ്മർദ്ദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേജർ അറസ്റ്റുകളൊക്കെ ഈ ആഴ്ചകളിൽ നടന്നു, മേജർ ക്ലാഷസ് നടന്നു, കുറേയധികം സ്റ്റുഡൻസിനെയൊക്കെ ഡിപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അമേരിക്ക നടക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലിൽ ട്രംപ് വന്നാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കുന്നിടത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതെ അകറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ നവംബർ മാസത്തിനുള്ളിൽ മേജറായിരിക്കുന്ന ചില വിഷയങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ കടന്നു പോകും. അവിടെ റഷ്യയും ചൈനയും വളരെ തന്ത്രപൂർവ്വം, നോർത്ത് കൊറിയ, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങളും ഇറാനോട് ചേർന്ന് വളരെ തന്ത്രപൂർവ്വമാണ് നേരിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് പല കാര്യങ്ങളും നീക്കുന്നത്. കാര്യങ്ങൾ, അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെയും തന്നെ കൊടുത്തു ടെററിസ്റ്റ് ഗാംഗുകളെ കൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് നിർത്തുന്നത്. ഇപ്പോൾ അമേരിക്ക മാത്രമായിരുന്നു നല്ല ബാക്കപ്പായിട്ട് ഇസ്രായേലിന് വേണ്ടി നിന്നരുത്. എന്നാൽ ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തുകൊണ്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിനെ ഒതുക്കാൻ നോക്കുകയാണ്. ഇത് നമുക്ക് വാർ റിപ്പോർട്ടല്ല ഞാൻ തരുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, വാർ റിപ്പോർട്ട് തരുന്നൊരു സൈറ്റല്ല ഇത്. എന്നാൽ ദൈവമക്കളുടെ ഒരുക്കം, ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിനുവേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വേൾഡ് പൊളിറ്റിക്സ്, വേൾഡിൻ്റെ എക്കണോമി, ഇവ കാര്യങ്ങളൊക്കെയും തന്നെ ഒരു വൺ വേൾഡ് റൂളറെ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ പീക്ക് അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ടുള്ള അടയാളങ്ങളായിരിക്കാൽ ദൈവമക്കൾ വിശുദ്ധീകരണത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, അതിനേക്കാൾ വളരെ അധികമായിട്ട് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് വളരെ ശക്തിയോടുകൂടെ വിശ്വാസത്തിൽ നിൽക്കുന്നവരെ മാറ്റിക്കളയത്തക്കോണം വളരെ ശക്തിയോടുകൂടെ പോരാടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടുക. നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് വിശ്വാസം. ഒരിക്കലായിട്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് വിശ്വാസം. ക്രിസ്തുയേശുവിലുള്ള ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം കിടക്കുന്ന അവിടെയാണ്. മറ്റെല്ലാം മാറിപ്പോകാത്ത നമ്മുടെ രക്ഷയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും ആയിരിക്കണമെന്ന് ദൈവനാഥത്തെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നെറ്റിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിൻ്റെ ശക്തിയായി നീ ഉന്നതമായി പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ ജനമായ ഇസ്രായേലിനെ കർത്താവ് നീ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ നാമം മാത്രം മഹിമപ്പെടണം കർത്താവേ. അടിയങ്ങളെ നന്മയിലേക്ക് കൂട്ടിവരുത്തുവാൻ തക്കണം. നീ തിരഞ്ഞെടുത്ത നിൻ്റെ സ്നേഹിതനായ അബ്രാഹാമിൻ്റെ സന്തതി സകല ജാതികൾ നിൻ്റെ ജനത്തിനെതിരായി നിൽക്കുമ്പോൾ കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് കുറവില്ലല്ലോ. ഞങ്ങൾക്ക് കർത്താവേ കുറവുകൾ മാത്രമേ പറയാറുള്ളൂ. ഇതിനൊക്കത്തിനും കാരണം നിൻ്റെ ശരീരം വന്ന സഭയുടെ പിന്മാറ്റമാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു. എങ്കിലും മനുഷ്യനോട് നിൻ്റെ സ്നേഹത്തെ കുറയുന്നില്ലല്ലോ. അതിനുവേണ്ടി നീ തിരഞ്ഞെടുത്ത നിൻ്റെ ജനമാണ് ഇസ്രായേൽ. നിൻ്റെ നാമത്തെ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരുടെ അതിരുകളെ നീ വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി ഞാനും ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.